ഇപ്പോൾ വാപ്സി ഇത്രയും കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ ആലോചിക്കുന്നുണ്ട് വാപ്സി എപ്പോഴാണ് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്. കാര്യം ഷൂട്ട് കഴിഞ്ഞ് വാപ്സി വീട്ടിൽ വന്നാൽ മാക്സിമം വീട്ടിൽ തന്നെ നിൽക്കുന്ന ആളാണ്. ഇടയ്ക്ക് മമ്മൂക്കാനെ കാണാൻ പോയാൽ അല്ലാതെ വാപ്സിക്ക് അങ്ങനെ ഭയങ്കര സ്ട്രോങ് ഫ്രണ്ട്സ് സർക്കിൾ. ഇപ്പോൾ ഞാനൊക്കെ എവിടെ പോകണം, ഫ്രണ്ട്സിനെ കാണാൻ പോകണം, അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ നമുക്ക് ഫ്രണ്ട്സിൻ്റെ ഒപ്പം. അതില്ല. ഞങ്ങൾ വീട്ടിലെല്ലാവരും കൂടെ ചിലപ്പോൾ സിനിമ കാണാൻ പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകും, അല്ലെങ്കിൽ വാപ്സി വീട്ടിൽ തന്നെ ഉണ്ടാവും. വീട്ടിൽ വാപ്സി അങ്ങനെ ഒരുപാട് വായിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല. വായിക്കാറുണ്ട്. വാപ്സി ഒരുപാട് നേരം ഫോണിൽ സംസാരിക്കും. ഇപ്പോൾ വാപ്സിയുടെ വളരെ അടുത്ത സിനിമയിലെ സുഹൃത്തുക്കളും അവരെയൊക്കെ സംസാരിക്കും. അപ്പോൾ അപ്പോഴാകാം ചിലപ്പോൾ ക്യാരക്ടറെ കുറിച്ച് സംസാരിക്കുന്നത് ചെയ്യുന്നത്. അപ്പോൾ ഇത് എപ്പോഴാണ് ഇമാജിൻ ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് ഇന്നേ വരെ ഇത് പിടിയിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഒക്കെ ഓരോ ഇങ്ങനെയുള്ള മറുവശം ഇങ്ങനെ കഥാപാത്രങ്ങളൊക്കെ ഇതാണ് എൻ്റെ കഥാപാത്രം അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല അങ്ങനെ ചോദിച്ചിട്ടില്ല. അങ്ങനെ ചോദിച്ചാൽ പറഞ്ഞു തരാനുമില്ല. ഇപ്പം ഞാൻ ഒരു സിനിമയിൽ പോപ്പിൻസ് എന്നാണ് ആ മൂവിയുടെ പേര്. അത് VKP ഡയറക്റ്റ് ചെയ്യും. അപ്പോൾ ഒരു ചെറിയൊരു പോർഷനിൽ വാപ്പച്ചിയും ആൻ അഗസ്റ്റിൻ ആയിട്ടുള്ളത്. അത് കൂർഗിലായതുകൊണ്ട് വാപ്പച്ചിക്ക് ഒറ്റയ്ക്ക് പോകാൻ മടിയാണ്. എന്നെയും കൊണ്ട് കാറിൽ ഇരുത്തിയിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്ന സീൻ എന്താണെന്ന്. മേക്കപ്പ് ചെയ്യുന്ന സമയത്താണ് അസിസ്റ്റന്റ് സീൻ വായിച്ചു കൊടുക്കുന്നത്. ഈ സീൻ വായിക്കും ഞാൻ വിചാരിച്ചു എന്ത് സീൻ, അതെൻ്റെ ഡയലോഗ്സ് വല്ലാത്തൊരു ഡയലോഗ്സ് ആണ്. ഇവരെന്താണ് ഈ പറയണം. വാപ്പച്ചി ഇത് കേട്ടിരിക്കുന്നുണ്ട്. അത് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് പിന്നെ വാപ്പച്ചി 2 പ്രാവശ്യം സീൻ വായിച്ചു എന്നിട്ടാണ് പോയി പെർഫോം ചെയ്യുന്നത്. ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചപ്പോൾ വാപ്സിക്ക് പഠിപ്പിച്ച് തരാനും കഴിയില്ല. നമുക്കത് അതിന് ടിപ്സ് ഒന്നുമില്ല. അവരുടെ എക്സ്പീരിയൻസോ അതല്ല, ഗോഡ് ഗിവൺ ടാലന്റ് കൊണ്ട് തന്നെ അവർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കങ്ങനെ ചോദിച്ചാൽ അങ്ങനെ കിട്ടുന്ന കാര്യങ്ങളല്ല. ഈ എന്താ പറയാ അതൊരു പലപ്പോഴും ഒരു ഭാരമായിട്ടും കൂടി തോന്നില്ലേ പലരും ഇപ്പം ഷഹീൻ എന്ന് പറഞ്ഞ നടനെ സിദ്ദിഖിക്കയുടെ മകൻ എന്ന ആ ഒരു ഇതിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ബാപ്പയുടെ അവസരങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കാനായിട്ടൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ഈ അടുത്തൊക്കെ ചോദിച്ചു തുടങ്ങി. ആദ്യം വലിയ അഭിമാനമായിരുന്നു, ചോദിക്കുന്നില്ലായിരുന്നു. ഇപ്രാവശ്യം ചോദിച്ചു എന്നിട്ടും വാപ്സി ചോദിക്കണില്ല. വാപ്സി പറഞ്ഞ അങ്ങനെയല്ല, ആ സ്ട്രഗിളിലൂടെ നമ്മൾ ഒരു പക്ഷെ ഒരു ക്യാരക്ടർ ചെയ്ത് ഇമ്പ്രൂവ് ആയി ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അപ്പോഴാണല്ലോ ഇതിനൊക്കെ ഒരു അർത്ഥം വരുന്നത്. അല്ല നമ്മൾ എന്ത് സ്ട്രഗിൾ എടുത്തിട്ട് എന്താ കാര്യം, ആരും അറിയാൻ പോകുന്നില്ല. അങ്ങനെ വരുമ്പോൾ ആയിരിക്കാം ചിലപ്പം കൂടുതൽ അക്സെപ്റ്റ്. പക്ഷെ എങ്കിൽ പോലും ഇപ്പം ഞാൻ സത്യസന്ധം പറഞ്ഞാൽ ഞാനൊരു നെപ്പോക്കിഡാണ്. എൻ്റെ ഫാദറിൻ്റെ പേരുകൊണ്ട് മാത്രം സിനിമയിൽ എനിക്ക് ഇത്രയും നാളും സർവൈവ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഏതെങ്കിലും ഡയറക്ടറെ കാണുമ്പോൾ സിദ്ദിഖയുടെ മോനാണല്ലേ എന്നാൽ അവൻ ഈ റോൾ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് കൂടുതലും റോൾസ് കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ അനുരാമേട്ടനായിരിക്കണം. അനുരാമേട്ടൻ എനിക്ക് റോള് ഞാൻ ഷഹീൻ സിദ്ദീഖ് ആയതുകൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത ഫ്രണ്ട് ആയതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണ് ക്യാരക്ടേഴ്സ് വരിക. പിന്നെ കൈലാഷ് നേരത്തെ പറഞ്ഞ അതിൻ്റെ ഒരു കറക്റ്റ് ടൈം വരുമ്പോൾ ക്ലിക്കാവും. നമ്മൾ കാത്തിരിക്കാം.